അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. വചനം ചോദിക്കുകയാണ്, സ്വർണം എങ്ങനെയാണ് മങ്ങിപ്പോയത്? തങ്കത്തിന് എങ്ങനെയാണ് മാറ്റം വന്നത്? വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ ഇതാ വഴിക്കവലകളിൽ ചിതറിക്കപ്പെട്ട് കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു വചനഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ബോധ്യം ഇതാണ്. ഇന്നത്തെ കത്തോലിക്ക സഭയെ നോക്കി, ഇന്നത്തെ കത്തോലിക്ക വിശ്വാസികളെ നോക്കി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ച് വെച്ചിരിക്കുക. സ്വർണ്ണം എങ്ങനെയാണ് മങ്ങിപ്പോയത്? തങ്കത്തിന് എങ്ങനെയാണ് മാറ്റം വന്നത്? വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകളായി തീരേണ്ട അനേകം കത്തോലിക്കർ ഇന്ന് ആർക്കും വേണ്ടാത്ത കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വചനം, പ്രിയപ്പെട്ടവരെ, കത്തോലിക്കരെ കുറിച്ചുള്ള വചനമാണ് എന്ന് അച്ഛനെ ബോധ്യം കിട്ടാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ആദിമ കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. എന്താണെന്നറിയാമോ? അന്ന് ആദ്യമായി യേശുവിനെ കർത്താവും നാഥനുമായി സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെയും മുഖമുദ്രയായിരുന്നു വിശുദ്ധിയും വിശ്വസ്തതയും. നമുക്കറിയാം, ആദിമസഭയെക്കുറിച്ച് പറയുന്നത് അവരെല്ലാവരും ഹൃദയലാളിത്യത്തോടെ ഏക മനസ്സോടെ അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു. തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തെല്ലാം വിറ്റ് അതിൻ്റെ സ്വത്ത് മുഴുവൻ, സമ്പത്ത് മുഴുവൻ ആ അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ ഇടയിൽ പ്രിയപ്പെട്ട ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ല, പാവപ്പെട്ടവരും ധനികന്മാരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ടത് കൊടുക്കുവാൻ തക്ക വിധം സ്നേഹത്തിലും സന്തോഷത്തിലും ഹൃദയലാളിത്യത്തിലും അവർ കഴിഞ്ഞു. ആ ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ടിട്ട് അനേകർ ആകർഷിക്കപ്പെട്ടു. അവർ പറഞ്ഞു, നോക്കൂ, ഈ ക്രിസ്ത്യാനികൾ എത്ര അധികമായിട്ടാണ്, ഇത്ര ഗാഠമായിട്ടാണ് സ്നേഹിക്കുന്നത്. അന്ന് അനേകം പേരെ ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചത് ആ വ്യക്തികളുടെ ജീവിതശൈലിയും അവരുടെ ജീവിത ലാളിത്യവുമായിരുന്നു, അവരുടെ വിശുദ്ധിയും വിശ്വസ്തതയുമായിരുന്നു. അങ്ങനെയാണ് ആദിമസഭയിൽ അനേകം പേർ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അനേകം പുസ്തകങ്ങളിൽ എഴുതുന്നത്, ഓ വിശുദ്ധ ജനമേ, ഓ വാത്സല്യ ഭാജനമേ, തിരഞ്ഞെടുക്കപ്പെട്ട വംശമേ എന്നൊക്കെ പറഞ്ഞ് അവരെക്കുറിച്ച് വിളിക്കാൻ കാരണം അവരുടെ ഈ പ്രത്യേകമായ ഒരു സ്വഭാവ പ്രത്യേകത കൊണ്ടാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, പത്രമാധ്യമം എടുത്ത് വായിച്ചു നോക്ക്. ഏത് തട്ടിപ്പ് കേസ്, വെട്ടിപ്പ് കേസ്, വഞ്ചന കേസ്, പീഡന കേസ്, കൊലപാതക കേസ് എടുത്തു നോക്കിക്കോ, ഉണ്ടാവും ഒരു ആൻ്റണി, ഒരു ചാക്കോച്ചൻ, ഒരു മറിയക്കുട്ടി, ഒരു കത്രീന, ഒരു സെസിലിയാമ്മ, ഒരു എസ്തപ്പാൻ എന്ന് വേണ്ട മുഴുവൻ ക്രിസ്ത്യാനി പേരുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എന്ന ആ പേരിൻ്റെ അർത്ഥം പോലും നഷ്ടപ്പെട്ട രീതിയിലാണ് അനേക ക്രിസ്ത്യാനികൾ ജീവിക്കുക. എന്താ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം? ആരാ ക്രിസ്ത്യാനി? മാമോദീസ വെള്ളം തലേ വീണ നല്ല ക്രിസ്ത്യാനി. എൻ്റെ വീട്ടിലെ അച്ഛന്മാരും എത്രന്മാരും മാർപ്പാപ്പാരോട് പറഞ്ഞ നല്ല ക്രിസ്ത്യാനി. വല്ലപ്പോഴൊക്കെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന നല്ല ക്രിസ്ത്യാനി. ആരാ ക്രിസ്ത്യാനി? എ ക്രിസ്ത്യൻ ഈസ് ഇൻ വൺ ഇൻ ഹും ക്രൈസ്റ്റ് ഈസ് ഇൻ. ആരുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടോ, ആര് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളും തത്വങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ, അവരാണ് ക്രിസ്ത്യാനി, അവളാണ് ക്രിസ്ത്യാനി. ഇതിനെക്കുറിച്ച് ഓർത്ത് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. സ്വർണ്ണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകളായി തീരണ്ട ഞാനും നിങ്ങളുമൊക്കെ ആർക്കും വേണ്ടാത്ത കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു തിന്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളിലും അനേകം ദേശങ്ങളിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം പോലും ഇന്ന് മോശമായിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു വ്യക്തി
വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയെ കാണാൻ വളരെ ചുരുക്കമാണ്. ഈ പ്രിയപ്പെട്ടവർ, ഏതൊരു തരത്തിലുള്ള മ്ലേച്ഛതയ്ക്കും ഏതൊരു തരത്തിൽ വൃത്തികേടിനും പിന്നിൽ ഇന്ന് ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം. ഇന്ന് നമ്മുടെ സഭയുടെ മുഖമുദ്ര തന്നെ നഷ്ടപ്പെടുന്നതും നമ്മുടെ യേശുവിൻ്റെ മുഖം നഷ്ടമാകുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഭ ജന്മം കൊണ്ട പെന്തക്കോസ്താ ദിനം മുതൽ ഇന്ന് വരെ സഭയെ തകർക്കാൻ അനേകം രാജാക്കന്മാരും അനേകം പ്രഭുക്കന്മാരും അനേകം അധിപന്മാരും അത്യുധ്വാനം ചെയ്തിട്ടുണ്ട്. 2000 വർഷത്തിന് ശേഷവും ഇന്നും തലയെടുപ്പോടെ സഭ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി മതമർദ്ദനത്തിൻ്റെയും ഒത്തിരിയേറെ സഹനത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥയുണ്ട്. എവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ രക്തസാക്ഷിയുടെ ചുടുനിണം വീണിട്ടുണ്ടോ അവിടെയൊക്കെ ക്രൈസ്തവ സഭ ആർത്ത് വളർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ചില IS ഭീകരവാദികളുടെ ഏതെങ്കിലും ചില പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമ്മളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ ഒരു വാഗ്ദാനമാണ്, നിങ്ങൾ എൻ്റെ നാമനിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, സഭ തുടങ്ങിയ പെന്തക്കോസ്താ ദിനം മുതൽ അന്ന് മുതൽ ആരംഭിച്ചതാണ്. ഒരുപക്ഷെ ഇന്ന് ചെയ്യുന്ന ഈ കഠിനമായ മതമർദ്ദനത്തെക്കാൾ IS ഭീകരവാദികൾ ചെയ്യുന്ന മതമർദ്ദനത്തെക്കാൾ കഠിനമായ മതമർദ്ദന മുറകൾ സഭയ്ക്കെതിരെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായി. എന്നിട്ടും സഭ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടും ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷവും സഭ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വ്യക്തികളുടെ മനസ്സിൽ പൊട്ടിമുളച്ച ഒരു സംഘടനയല്ല. ആയിരുന്നെങ്കിൽ അത് പണ്ടേ നാമാവശേഷമാകുമായിരുന്നു. യേശു പറഞ്ഞു, പത്രോസ് നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. യേശുക്രിസ്തുവിന്റെ 2ാം വരവ് വരെ നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതിനെക്കുറിച്ച് ആരും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ യേശുക്രിസ്തുവിന്റെ മുഖം വികൃതമാകുന്ന ഒരു സമയമുണ്ട്. യേശു അപമാനിതനാകുന്ന ഒരു സമയമുണ്ട്. യേശു അവഹേളിതനാകുന്ന ഒരു കാലമുണ്ട്. എപ്പോ? ക്രിസ്ത്യാനിയെ അഭിമാനിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഒരു ക്രിസ്ത്യാനിക്ക് യോജിക്കാത്ത സംസാരവും പ്രവർത്തനവും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ യേശുവിൻ്റെ മുഖം വികൃതമാവുകയാണ്. അവിടെയാണ് യേശു അവഹേളിതനാകുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാൻ അങ്കമാലി പട്ടണത്തിൽ ബസ്സിറങ്ങി. ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു ആൾക്കൂട്ടം. നേരം വെളുത്ത് 8 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പാൻറ്റും ചുബയിലുമാണ്. അപ്പം ഞാൻ ഓർത്തു എന്താണെന്നറിയാൻ വേണ്ടി പ്രിയപ്പെട്ട ഒരു 1-2 പോലീസുകാരുണ്ട്. ഞാൻ ചെന്ന് നോക്കും. അവിടെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വലിയ മഴ പെയ്ത് കിടക്കുകയാണ്. ഈ മഴ പെയ്തിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒരു മനുഷ്യൻ, ഒരു 10-25 വയസ്സുണ്ട്, വലിയൊരു കുടവയറുള്ള നരച്ച താടിയുള്ളൊരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തൊരു മദ്യക്കുപ്പി ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അർത്ഥനഗ്നനായിട്ട് ആ ചെളി കിടക്കുന്ന ഈ മനുഷ്യൻ കഴിഞ്ഞ രാത്രിയിലെ മഴയിൽ കുടിച്ച് പൂസായി കിടക്കുകയാണ്. ഇയാൾക്ക് ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ പോലീസുകാരും ആൾക്കാരും നോക്കുകയാണ്. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, അപ്പോഴേ ഞാൻ വിട്ടുപോകുന്നു. എന്താണെന്നറിയാമോ? ഞാൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കഴുത്തിൽ വലിയൊരു കൊന്തയും ഒരു കുരിശും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അങ്കമാലി പട്ടണത്തിൻ്റെ ആ നടുവിൽ ആ റോഡരികിൽ ഒരു മനുഷ്യൻ കള്ളും കുടിച്ച് തലയും കുത്തി മറിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കൊന്തയും കുരിശും ഇട്ട് അവിടെ കിടക്കുന്ന സമയത്ത് അതിലേക്ക് കടന്നു പോകുന്ന എത്രയോ വ്യക്തികൾക്കാണ് യേശു അവഹേളിതനാകുന്നത്. ഇന്ന് ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ട തൊട്ട് മുമ്പ് ബെനഡിക്റ്റ് മാർപ്പാപ്പ രാജിവെച്ചൊഴിഞ്ഞു. ബെനഡിക്റ്റ് മാർപ്പാപ്പ രാജിവെച്ചൊഴിഞ്ഞ സമയത്ത് അന്ന് ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത് അനേകം പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത ഇങ്ങനെയാണ് വന്നത്: സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ രാജിവെച്ചൊഴിയുന്നത്. അതുകൊണ്ട് ഇത് സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായതുകൊണ്ട് ഇനി വരാൻ പോകുന്ന മാർപ്പാപ്പ അത് അന്തിക്രിസ്തുവായിരിക്കും. ആ മാർപ്പാപ്പ വഴി സഭ നശിപ്പിക്കപ്പെടാൻ പോവുകയാണെന്ന് 1-2 പത്രമാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. ഇതേ തുടർന്ന് ചാനലിൽ കുറച്ച് TV ഷോയൊക്കെ ഉണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏകദേശം 1 മാസത്തിന് ശേഷം അഭിവന്യ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ആ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് 15 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇതേ പത്രമാധ്യമങ്ങൾ വാർത്തകൾ തിരുത്തി എഴുതി. എന്താ എഴുതിയത്? ഇതാ, സഭ കണ്ടതിലും വെച്ച്
ഏറ്റവും മഹാനായ ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ദരിദ്രരുടെ പക്ഷം ചേരേണ്ട സഭയാണെന്നുള്ള ബോധ്യത്തോടുകൂടി തൻ്റെ ആഡംബരങ്ങളും ആർഭാടങ്ങളും എല്ലാം വേണ്ടവെന്ന് വെച്ച് ദരിദ്രരുടെ പക്ഷം ചേരുന്ന ഒരു സഭയെ നയിക്കാൻ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിച്ച അഭിവന്യ മാർപ്പാപ്പ ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ഇതേ പത്രമാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് അഭിവന്യ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ പ്രബോധനങ്ങളും ഇന്ന് ക്രൈസ്തവ സമൂഹം മാത്രമല്ല ലോകം മുഴുവൻ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സഭയെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കുമാവില്ല, ഒരു ക്രിസ്ത്യാനിക്കൊഴികെ. ഇന്ന് യേശു അവഹേളിതനാവുന്നതും ഇന്ന് യേശു പരിഹാസ്യനാകുന്നതും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലൂടെയാണെന്ന് തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൈസ്തവ സമൂഹത്തെ തകർക്കാൻ, ക്രിസ്ത്യാനികളെ തകർക്കാൻ സാത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ ഒരു അച്ഛൻ എന്നോട് ഒരു അനുഭവം പങ്കുവെച്ചു. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്? അച്ഛൻ കഴിഞ്ഞ നാളിൽ അച്ഛൻ വിദേശത്ത് പഠനമൊക്കെ കഴിഞ്ഞ് റോമിൽ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ ദുബായിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് he was just waiting for the connection flight, and after a few hours he got the flight. നെടുമ്പാശ്ശേരിക്കുള്ള ഫ്ലൈറ്റ് കിട്ടി. അദ്ദേഹം അത് കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് ഒരു 10-22 വയസ്സുള്ള ഒരു ജീൻസും ടോപ്പും അണിഞ്ഞ ഒരു പെൺകുട്ടി കടന്നു വന്നു. അടുത്തിരുന്നു, സംസാരിച്ചു, ഹലോ പറഞ്ഞു, ഹായ് ഒക്കെ പറഞ്ഞു. ഈ പെൺകുട്ടി അവിടെ വല്യപ്പച്ചൻ മരിച്ച് അടയ്ക്കുന്ന നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ പപ്പായ്ക്കും മമ്മിക്കും ഒന്നും വരാൻ പറ്റിയില്ല, ഇവിടാണ് പോകുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് യാത്ര മുന്നോട്ട് പോയി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ എയർ ഹോസ്റ്റസ് വന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫുഡുമായിട്ട് വരാൻ തുടങ്ങി. അച്ഛനോട് ചോദിച്ചു, ഫാദർ വാട്ട് യു പ്രിഫർ, വെജ് ഓർ നോൺ വെജ്? അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, സോറി ടുഡേ ഈസ് ഫ്രൈഡേ, ഐ ആം ഓൺ ഫാസ്റ്റിംഗ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ ഉപവാസത്തിലാണ്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഡിന്നറിൻ്റെ സമയം. ഓക്കെ ഫൈൻ, താങ്ക് യു. ഈ പെൺകുട്ടി ചോദിച്ചു, മാം വാട്ട് യു പ്രിഫർ, വെജ് ഓർ നോൺ വെജ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിയും പറഞ്ഞു, യെസ് ഞാനും ഉപവാസത്തിലാണ്, എനിക്കും ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വിദേശത്തുള്ള ഈ പെൺകുട്ടി ഇത്രയും നാളിൽ ഇവിടെ ജീവിച്ചിട്ട് ഈ പെൺകുട്ടി അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതി വലിയ സന്തോഷമായി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ, ഇഫ് യു ഡോണ്ട് മൈൻഡ് വുഡ് യു പ്ലീസ് ടെൽ മീ ഹാവ് യു ഗോട്ട് എനി സ്പെഷ്യൽ ഇൻറ്റൻഷൻ ഫോർ യുവർ ഫാസ്റ്റിംഗ്? നിനക്ക് വിരോധമില്ലെങ്കിൽ നിൻ്റെ ഈ ഉപവാസത്തിന് എന്തെങ്കിലും പ്രത്യേക നിയോഗമുണ്ടോ? ഉണ്ടെങ്കിൽ അച്ഛനോടൊന്ന് പറയാമെന്ന് ചോദിച്ചു. അച്ഛൻ പറയുകയാണ്, ഈ പെൺകുട്ടിയുടെ ഉത്തരം കിട്ടിയ ഞെട്ടിപ്പോയി. എന്താ ഈ പെൺകുട്ടി പറഞ്ഞെന്നറിയാമോ? ആ പെൺകുട്ടി പറഞ്ഞു, അതെന്താണെന്നറിയോ? യെസ്, എനിക്കൊരു ഇൻറ്റൻഷനുണ്ട്, ഒരു നിയോഗമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ക്രൈസ്തവ സഭകളുടെ തകർച്ചയ്ക്ക് വേണ്ടിയും ക്രൈസ്തവ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻ യു ഇമാജിൻ? ചിന്തിക്കാൻ പറ്റുമോ? ക്രൈസ്തവ സഭകളുടെ തകർച്ചയ്ക്ക് വേണ്ടി, ക്രൈസ്തവ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളും സംഘടനകളും ഇന്ന് ലോകത്തിലുണ്ട്. സാത്താൻ വിശ്രമരഹിതനായി സഭയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അത്യധ്വാനം ചെയ്യുമ്പോൾ, നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ ഒന്നും അറിയാതെ ഞാനായി, എൻ്റെ കുടുംബമായി, എൻ്റെ ചുറ്റുപാടായി, എൻ്റെ ജോലിയായി ഇത് വിട്ട് ഒന്നുമില്ലാതെ കഴിയുന്ന ഒരവസ്ഥ ഏറെ ശോചനീയമാണ്. നമ്മൾ പ്രിയപ്പെട്ടവരെ ഉറങ്ങിക്കഴിയുന്നവരാകരുത്. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ബുദ്ധികൾ, ചില ബുദ്ധിയൊക്കെ കയറി കഴിയുമ്പം അവരെന്താ പറയണറിയാമോ? അവർ പറയും, ഞങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ബൈബിൾ ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് അച്ഛന്മാരെ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിനെ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് സഭ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് കൂദാശകൾ ഇഷ്ടമല്ല, സഭയുടെ ചട്ടക്കൂട് ഇഷ്ടമല്ല. കാരണം അവർ ചോദിക്കുന്നതിനും കാര്യമില്ലാതില്ല. എത്രമാത്രം പുഴുക്കുത്തുകളാണ് സഭയിൽ നടക്കുന്നത്. സഭയിൽ എന്തൊക്കെയെല്ലാം തോന്നിവാസമാണ് നടക്കുന്നത്. എന്തിനാച്ചാ ഇങ്ങനെ സഭ? നമുക്ക് യേശു പോരെ, നമുക്ക് ബൈബിള് പോരെ. ഒരു പള്ളിയിൽ പോകുന്ന സത്യക്രിസ്ത്യാനിയേക്കാൾ എത്രയോ നന്നായി ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും വചനം എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾ പോലെ ഞാൻ ചെയ്യുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, സാമ്പത്ത് ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തിനാച്ചാ കൂദാശകൾ, എന്തിനാച്ചാ അച്ഛന്മാർ, എന്തിനാച്ചാ സഭ? ബൈബിള് മതി, ഈശോ മതി എന്ന് പറയുന്ന കുറേ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ അറിയണം. ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുവാൻ ബൈബിളും യേശുവും മാത്രം പോരാ. യേശു സ്ഥാപിച്ച സഭയും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളും
സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ കൂദാശകളുമൊക്കെ ഒരു ക്രൈസ്തവന് നിത്യരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സഭയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സഭയെ സ്നേഹിക്കാതെ യേശുവിനെ സ്നേഹിക്കാനും ആവില്ല. കാരണം ഇതൊരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, രണ്ട് മുഖങ്ങളാണ്. പറയാമോ ഹല്ലേലൂയ? സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് അനേകരെ സംബന്ധിച്ച് സഭ എന്ന് പറഞ്ഞാൽ എന്താ? സഭ എന്ന് പറഞ്ഞാൽ എന്താ? മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, തീർന്നു. ഇതാണ് സഭ. സഭയെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയെ ചീത്ത വിളിക്കുക, കർദിനാളെ ചീത്ത, പിന്നെ അവർ അങ്ങായോണ്ട് പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് മെത്രാന്മാരെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ചീത്ത വിളിക്കുക, തെരുവിളി. ഇതാണ് നമ്മുടെ സഭാവിരോധം. എന്നാൽ ഇന്ന് പ്രിയ ദൈവവൈതലേ, നീ തിരിച്ചറിയണം എന്താണ് സഭ. സഭയിൽ നിന്റെ ഉത്തരവാദിത്വവും കടമകളും എന്താണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സഭ? സഭ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാം തിരുവാക്യം, ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1:18. കൊളോസൂസ് 1:18 സഭയുടെ നിർവചനം ഇങ്ങനെയാണ് കൊടുക്കുക. വായിക്കാം. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. അവൻ എന്ന് പറഞ്ഞാൽ ആരാ? ആരാ? യേശു ക്രിസ്തു. പ്രിയപ്പെട്ട മക്കളെ, പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ശരീരഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുക. ക്രിസ്തു ആ ഒരു ശരീരമാകുന്ന ആ സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ എന്തൊക്കെയായിരിക്കും? അവയവങ്ങൾ. വെരി ഗുഡ്. അവയവങ്ങൾ. ഇത് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക. അതായത് ഒരു ശരീരത്തിലെ വിവിധങ്ങളായ അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾ വിവിധങ്ങളായ അവയവങ്ങളാണെങ്കിലും ആ ശരീരത്തിൽ അംഗങ്ങളാണ്. ക്രിസ്തു അതിൻ്റെ ശിരസ്സാണ്. വീണ്ടും 1 Corinthians chapter 12 verse 15 and the following. 1 കൊരിന്ത്യൻസിൻ്റെ 12-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ഒരു ദീർഘമായ രീതിയിൽ ഓരോന്നിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ കണ്ണല്ല, എൻ്റെ പേര് കാത് പറയാൻ പറ്റുമോ, എൻ്റെ ഭാഗമല്ല, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെല്ലാം വായിക്കേണ്ട, സമയം കിട്ടും വായിച്ചാൽ മതി. 27-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും അത്രേ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എഫേസൂസ് ലേഖനത്തിൽ കുറിച്ചാൽ മതി. എഫേസൂസ് 5:23 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസായിരിക്കണം. നമ്മൾ ഈ ഒരു ഇതിനൊന്ന് മനസ്സിലാക്കണം. ക്രിസ്തു എന്ന് പറയുന്ന ആള് സഭയെന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. നമ്മൾ കൈകാലുകളാണ്. ഇന്ന് നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് എന്ത് ചോദിക്കുകയും, നമ്മുടെ ശരീരത്തിൽ ശിരസ്സുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, പല അവയവങ്ങളുണ്ട്. ഇല്ലേ? ഇല്ലേ? ആ ഉണ്ട്. പ്രൈസ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് സ്വന്തമായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ കൈക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? പറ്റും. പറ്റുമോ? ഇല്ല. ഇല്ലേ? പറ്റും. ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തിനും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. തല എന്തു പറയുന്നോ അത് ചെയ്യുക, അതതിൻ്റെ ഡ്യൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഫോർ എക്സാമ്പിൾ, മക്കൾ സ്കൂളിൽ പോയി രാവിലെ സ്കൂളിൽ പോയി ഉച്ചയാകുമ്പോൾ തിരിച്ചു വരാൻ കരുതിയാൽ പോയത്. പക്ഷേ ഉച്ചയ്ക്ക് വന്നില്ല. വൈകുന്നേരം വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ വരാൻ പറ്റിയില്ല, ഒന്നും കഴിക്കാനും പറ്റിയില്ല. വൈകുന്നേരം 5 മണിയായപ്പോഴാണ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരണത്. വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം വീടിൻ്റെ കോമ്പൗണ്ടിലെത്തി ആ ഗേറ്റ്, മമ്മീ വിശന്ന് ചാകുന്നേന്ന് പറഞ്ഞാണ് ഓടി വരിക. അപ്പോൾ അമ്മ ഓർത്തു, ഓക്കെ മക്കൾ വിശന്ന് കയറി, മക്കളെ വേഗം വന്നു. വീട്ടിലോട്ട് കയറി സ്കൂൾ ബാഗ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ്, ഷൂ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ്, യൂണിഫോം മുകളിലോട്ട് വലിച്ചെറിഞ്ഞ്, പ്രിയപ്പെട്ടവരെ ഉടുപ്പൊക്കെ ഇട്ട് വന്നിക്കുക. മമ്മി വിശക്കുന്നു, എന്തെങ്കിലും തരാൻ പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, മക്കളെ പോയി കൈ കഴുകിയിട്ടുവാ, അതെല്ലാം അവസാനം ഒരുമിച്ച് ഒറ്റ കഴുക്ക് മതി, എന്തിനാ വെറുതെ വെള്ളം വേസ്റ്റ് ആക്കുന്നത്. പ്രിയപ്പെട്ടവരെ വന്നിരുന്നു. അപ്പോൾ എന്തായി, അമ്മ ഓർത്തു മക്കൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇത്തിരി നല്ല ചോറും അവർക്ക് കുടംപുളി ഇട്ട് കറി വെച്ച മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല മീൻ കറി കുടംപുളി ഇട്ട് വെച്ച് ഇവിടെ കൊണ്ടുവച്ച്. അപ്പോൾ ഈ വന്ന ആൾക്കും ഭയങ്കര സന്തോഷമായി. വിശന്നിരിക്കുകയല്ലേ, ആർത്തിയോടെ ആക്രാന്തത്തോടെ ഒരുള്ള ചോറെടുത്തിട്ട് പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ ഈ കൈ എടുത്തുകൊണ്ട് വന്ന് വയ്ക്കാൻ വേണ്ടി ഇവിടം വരെ വന്നപ്പം
തല കൈയോട് പറയാ സ്റ്റോപ്പ് ദെയർ. തല കൈയോട് പറഞ്ഞു സ്റ്റോപ്പ് ദെയർ. അപ്പൊ കൈ ചോദിച്ചു വാട്ട് ഈസ് ദ പ്രോബ്ലം? വിശക്കൊന്ന് ഭക്ഷണം കൊടുക്കണ്ടേ? അന്നേരം തല കൈയോട് പറയാണ് ഇതൊക്കെ കൊടുക്കണം, ഞാൻ പറയുന്നങ്ങ് ചെയ്താൽ മതി, നീ ആ മീൻചാറിൽ ഒന്ന് മുക്കി തരൂ. ഇവിടം വരെ ചോറും കൊണ്ടുവന്നു കൈ. ഇപ്പൊ തല കൈയോട് എന്താ പറയണത്? ആ മീൻചാറിൽ ഒന്ന് മുക്കിത്തരൂ. കൈക്ക് പറയാൻ പറ്റുമോ എക്സ്ക്യൂസ് മീ ഇതങ്ങോട്ട് പോട്ടെ, അടുത്തത് മുക്കാം? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. ഈ തല കൈയോട് പറയാണ് മീൻചാറിൽ മുക്കാൻ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൊണ്ടുപോയി മീൻചാറിൽ മുക്കണം. മുക്കിയിട്ട് വീണ്ടും കൈ ഇവിടം വരെ കൊണ്ടുവരുമ്പോഴത്തേക്കും തല കൈയോട് സ്റ്റോപ്പ് ദെയർ. കൈക്ക് പിന്നെ ടെൻഷൻ, ഞങ്ങൾ മുക്കിയില്ല, ഇപ്പം എന്താ പ്രശ്നം? അപ്പോൾ തല കൈയോട് പറയാം മുക്കിയതൊക്കെ മുക്കി, നീ അതവിടെ മാറ്റി വെക്ക്, നിന്റെ തലയുടെ വലത് ഭാഗത്തുകൂടി ഒരു പേൻ മാർച്ച് ചെയ്യുന്നുണ്ട്, അതിനെ പിടിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വിശപ്പെടുണ്ടെന്ന് പറഞ്ഞാലും ഈ കൈയോട് തല അങ്ങനെ പറഞ്ഞാൽ ഈ ചോറ് അവിടെ വെച്ചിട്ട് ഈ കൈ പേൻ പിടിക്കാൻ വേണ്ടി പോകണം. പേൻ പിടിക്കാൻ വേണ്ടി ഇവിടെ തല നോ ഇങ്ങനെ പോയി പിടിക്കൂ. ഓക്കെ, അങ്ങനെ പോയി പിടിച്ചു. അങ്ങനെ മീൻ പിടിച്ചപ്പോൾ, അല്ല മീനല്ലാത്ത പേൻ പിടിച്ചപ്പം സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. കൈക്കൊരു സ്വാതന്ത്ര്യമില്ല. പോണ വഴി കാല് കല്ലുമ്മ തട്ടി ഉടനെ തല കൈയോട് പറയാണ് കൈകളെ പോയി നോക്കൂ എന്താ സംഭവിച്ചത്. കൈ പറ സോറി ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. അത് കണ്ണ് നോക്കി നടക്കാഞ്ഞിട്ടാ. പറഞ്ഞാൽ പ്രശ്നമായി. തല പറയുന്നത് ശരീരത്തിൻ്റെ അവയവങ്ങൾ അല്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തിനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. തല എന്ത് പറയുന്നോ അത് ചെയ്യുക മാത്രം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നോക്കിയേ, എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ കയ്യിലിരുന്ന ഒരു കോശം കുറേ നാളായിട്ട് ഭയങ്കര കംപ്ലൈൻറ്റ്. ഈ കോശം പറയാൻ ഞാനിവിടെ എന്താ ഇരിക്കണത്? ഈ അച്ഛൻ്റെ ശരീരത്തിൽ ഒരു കാര്യവുമില്ല, എന്നെ അച്ഛൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കോടാനുകോടി കോശങ്ങളെടുത്ത് ഞാൻ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ, എൻ്റെ ജീവിതം കട്ടപ്പുകയായി എന്ന് പറഞ്ഞ് ഈ കോശം ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിത് അറിയാൻ പാടില്ലല്ലോ. ഏതായാലും നമ്മളിത് അറിയണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു പനി പിടിച്ചു. പനി പിടിച്ചപ്പോൾ ഞാൻ 1-2 ദിവസം ഗുളികയൊക്കെ കഴിച്ചു, പനി മാറണില്ല. 3-ാം ദിവസം മട്ടാഴ്ച എന്നെ കാണും. സാജു വെച്ചാൽ അത് എങ്ങനെ കിടന്നാൽ മതിയോ, അടുത്ത ആഴ്ച കൺവെൻഷന് പോകണ്ടേ, പോയി മരുന്ന് മേടിക്കച്ചാന്ന് പറഞ്ഞു. ഓക്കെ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ട്, അവിടെ പോയി മരുന്ന് മേടിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടറെ പനിയൊക്കെ ഉണ്ട്. ഡോക്ടർ ആ കൊമ്പും കൊള്ളൊക്കെ വെച്ചിട്ട് ശ്വാസം വലിച്ചു വിടൂ, വലിക്കാതെ വിടൂ, വലിച്ചു വിടൂ, വലിക്കാതെ വിടൂ, അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി, നാക്ക് നീട്ടി കാണിക്കൂ, കണ്ണുരുട്ടി കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നച്ചാ ഇന്നത്തെ പനിയുടെ കാര്യം മാത്രം ഒന്നും പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് നടന്ന് പനിക്ക് മരുന്ന് മേടിക്കാൻ ഇങ്ങോട്ട് ചിലപ്പോൾ ആംബുലൻസിലായിരിക്കും വരുന്നത്. ഒരു ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസമെങ്കിലും ഒരു അവധി കിട്ടും. പനിയുടെ കാര്യം മാത്രം ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛാ ഇത് ചിക്കൻ കുനിയാണോ, ദെമ്പോളയാണോ, പന്നിപ്പനിയാണോ, പട്ടിപ്പനിയാണോ, തക്കാളിപ്പനിയാണോ, കോഴിപ്പനിയാണോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു പണി അച്ഛൻ്റെ ആ ബ്ലഡൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിന് റിപ്പോർട്ട് വന്നിട്ട് ഞാൻ മരുന്ന് കുറിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ലാബിലോട്ട് ചെന്നു. അവിടെ ഒരു നേഴ്സാണെങ്കിൽ ഒരു സിറിഞ്ചും പിടിച്ച് അച്ഛങ്ങുവാ അച്ഛൻ്റെ ബ്ലഡ് ഇപ്പം തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് തരാം, അല്ല ടെസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതും പിടിച്ച് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ നേഴ്സ് എൻ്റെ കയ്യിലൊരു കെട്ട് കെട്ടിയിട്ട് ആ സൂചി കൊണ്ട് ഒറ്റ കുത്ത്. എവിടെ കുത്തിയത്? കംപ്ലൈൻറ്റ് ചെയ്ത് അതേ കോശത്തിനിട്ട്. ആ കോശത്തിനിട്ട് കുത്ത് കിട്ടിക്കഴിഞ്ഞപ്പം ആ വേദന അവിടെ കൊണ്ട് നിന്നോ അത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളെയും വ്യാപിച്ചു. അപ്പോഴാണ് ഈ കോശത്തിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ എനിക്ക് വിലയുണ്ടല്ലേ, എനിക്കൊരു കുത്ത് കിട്ടിയാൽ അത് ശരീരം മുഴുവൻ വ്യാപിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശു ക്രിസ്തുവാകുന്ന സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ് യേശു ക്രിസ്തുവും നമ്മൾ അവയവങ്ങളുമാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? സഭയുടെ ഒരു വേദന നമ്മുടെ വേദനയായിട്ട് മാറണം. സഭയുടെ ഒരു നൊമ്പരം നമ്മുടെ നൊമ്പരമായിട്ട് മാറണം. എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തി പാപത്ത് ജീവിക്കുക മാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയുമുള്ള ഒരു ദാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ സഭയോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാവുള്ളൂ. ഇപ്പം ചില സ്ഥലങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതാണ്, ചില വ്യക്തികൾക്ക് സ്ട്രോക്ക് വന്നു, ശരീരത്തിൽ ചില ഭാഗങ്ങൾ തളർന്നുപോയി, കൈ അനക്കാൻ പറ്റണില്ല, തളർന്നുപോയി. ആ കൈ അവിടെ കിടന്ന വല്ല കാര്യമുണ്ടോ? വെറുതെ ഒരു അവയവം പോലെ കിടക്കും, ഒരു ഉപകാരവും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ. സഭാഗാത്രത്തിൻ്റെ അംഗമാണ്, ശരിയാ, പക്ഷേ സഭയിൽ എന്ത് സംഭവിച്ചാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായി, ഞാനായി, എൻ്റെ കുടുംബമായി, എൻ്റെ ചുറ്റുപാടായി. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു വലിയ തകർച്ച. അതുകൊണ്ട് ഓരോ ക്രൈസ്തവനും ഓരോ വ്യക്തിയും നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, യേശുവിൻ്റെ മകൻ എന്ന നിലയിൽ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട്.
ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സഭയെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരായി മാറും.